ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം. തൃശൂർ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു. ചാലക്കുടി നഗരത്തിലാണ് വൻ ഗതാഗത കുരുക്ക്. ഇന്നലെ രാത്രി 11 മണിക്ക് തുടങ്ങിയ ഗതാഗത തടസ്സം ഇതുവരെയും തീർന്നിട്ടില്ല. അമൽ സുരേന്ദ്രൻ തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. ഇന്നലെ രാത്രി 11 മണിക്ക് മുതൽ തുടങ്ങിയതാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇത് എപ്പോഴേക്ക് പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അമൽ? ഏറെ ദിവസങ്ങളായി തുടരുന്നതാണ് ഈ വലിയ ഗതാഗത കുരുക്ക്. അവിടെ അടിപ്പാത നിർമ്മാണം നടക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അത് കോടതിയുടെ മുന്നിൽ വരെ എത്തിയതാണ്. അതിൽ രൂക്ഷമായ വിമർശനങ്ങളും ടോൾ പിരിക്കുന്നതിനെതിരെ കോടതിയുടെ ഇടപെടലിലൂടെ ഉണ്ടായിരുന്നതാണ്. അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമൽ, വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക്, എനിക്ക് തോന്നുന്നു മണിക്കൂറുകളായി ആളുകൾ ഇങ്ങനെ ആ വാഹനങ്ങളിൽ കിടക്കുകയാണെന്ന് തോന്നുന്നു. അസ്മിത, അങ്ങനെ തന്നെയാണ്. ഇന്നലെ രാത്രി 11 മണി തൊട്ട് തുടങ്ങിയ ഗതാഗത കുരുക്കാണ്. ഇതുവരെയും അതിനൊരു ശമനം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ദേശീയപാതയിൽ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏതായാലും ചാലക്കുടിയിലേക്ക് ഒരു വാഹനത്തിന് പുറത്തുനിന്ന് കടക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള അതീവ രൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്കാണ് ഉണ്ടാകുന്നതെന്നാണ് നമ്മളിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മുരിങ്ങൂരിൽ പ്രത്യേകിച്ചും അടിപ്പാത നിർമ്മാണം ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇന്നലെ തന്നെ ഈ അടിപ്പാതയുടെ അടുത്തുള്ള സർവീസ് റോഡിലെ കുഴിയിൽ വീണ ഒരു തടിലോറി മറിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആർക്കും അപകടമൊന്നും ആ ഒരു വാർത്തയിൽ ഉണ്ടാവാതിരുന്നത്. നമ്മൾ ഇന്നലെ രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ്. ഏതായാലും ഈ സർവീസ് റോഡുകളുടെ പണി അശാസ്ത്രീയമായതും പൂർത്തിയാകാതിരിക്കുന്നതും കൊണ്ട് കൂടിയാണ് ദേശീയപാതയിൽ ഇത്തരത്തിലുള്ള ഗതാഗത കുരുക്ക് അടിക്കടി ഉണ്ടാകുന്നതെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഈ മുരിങ്ങൂരിൽ മാത്രമല്ല, മുരിങ്ങൂർ കഴിഞ്ഞ് അങ്ങോട്ടും പോട്ട വരെയുള്ള ഭാഗത്തേക്കാണ് രൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ചാലക്കുടി പുഴയുടെ അടുത്തുള്ള ആ ഒരു ഭാഗത്തും ശക്തമായിട്ടുള്ള ഗതാഗത കുരുക്കാണ് നിലനിൽക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം ഈ സർവീസ് റോഡിന്റെ ഒരു അപര്യാപ്തത, അല്ലെങ്കിൽ ആ ഉള്ള സർവീസ് റോഡിൽ കൂടിയും വാഹനങ്ങൾക്ക് സുഗമമായി പോകാൻ സാധിക്കാത്തതിന്റെ ഒരു അപര്യാപ്തതയാണ് ഇത്തരത്തിലുള്ള ഒരു ഗതാഗത കുരുക്ക് ഉണ്ടാവാനുള്ള കാരണം. ഇത്തരം ശക്തമായ മഴയടക്കമുണ്ട്. അങ്ങനെ വളരെ ദുരിതത്തിലാണ് യാത്രക്കാർ. എത്രയും പെട്ടെന്ന് തന്നെ ഇതിലൊരു നടപടി ഉണ്ടാവേണ്ടതുണ്ട്. സ്മിത, അമൽ, ഇനി 1-2 മണിക്കൂറുകൾ കഴിഞ്ഞാൽ സ്ഥിതി കൂടുതൽ വഷളാവുന്ന നിലയുണ്ടാവും, തിരക്കേറിയ സമയമാകുമ്പോഴേക്ക്. അതിനു മുമ്പൊരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ? വാഹനങ്ങൾ നീങ്ങി തുടങ്ങുന്നുണ്ടോ അമൽ? ഗതാഗത കുരുക്കുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും ആ ഒരു ഗതാഗത കുരുക്കിന്റെ ഒരു ശമനം എന്ന രീതിയിൽ നമുക്കൊന്ന് പറയാൻ കഴിയുന്ന കാര്യം, വളരെ മെല്ലെയാണെങ്കിൽ പോലും പല വാഹനങ്ങളും കടന്നു പോകുന്നുണ്ട്. കുറേയേറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണെങ്കിൽ കൂടിയും വാഹനങ്ങൾ കടന്നു പോകാനുള്ള ഒരു ക്രമീകരണം അവിടുത്തെ നാട്ടുകാരുടെയും ട്രാഫിക് പോലീസിന്റെയും ഒക്കെ ഭാഗത്ത് ഉണ്ടാകുന്ന സമയോചിതമായ ഇടപെടലുകൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് രാത്രി ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ രാത്രി തൊട്ട് ഈ ഒരു സമയം വരെയുള്ള നമുക്ക് പറയാവുന്നതാണ് വലിയൊരു ഗതാഗത പ്രശ്നം, അല്ലെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ വരുന്ന ഒരു സാഹചര്യമില്ല. പക്ഷെ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ അത് അല്ലായിരിക്കും സ്ഥിതി. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു ഗതാഗത കുരുക്കിന് അടിയന്തരമായിട്ടുള്ള ഒരു പ്രശ്ന പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ കുറെ കൂടി കഴിയുമ്പോൾ അതീവ രൂക്ഷമായിട്ടുള്ള ഗതിയിലേക്ക് പോകും. അപ്പോൾ ഇതിൽ കൂടുതൽ കിലോമീറ്ററുകൾ ദൂരേക്ക് ഈ ഗതാഗത കുരുക്ക് വ്യാപിക്കുവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ശരി, അമൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തൃശ്ശൂർ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലാണ് രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇതാണ് കാഴ്ച എന്നുള്ളതാണ് നാട്ടുകാർ, പ്രദേശവാസികളൊക്കെ പറയുന്നത്. ചെറിയ രീതിയിൽ മാത്രമാണ് വാഹനങ്ങൾ മുന്നോട്ട് പോകുന്നത്.